നമുക്ക് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം അല്ലേ. അപ്പോൾ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV = 1/3 mNu² ആണ് n നമ്പർ ഓഫ് മോളിക്യൂൾസിന്. ഓക്കെ, 1 to n നമ്പർ ഓഫ് മോളിക്യൂൾസിന് അവരുടെ വെലോസിറ്റി C1 C2 C3 ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? 1/3 mNu² എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ അതിൽ ആ U² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മീൻ സ്ക്വയർ വെലോസിറ്റി. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി കിട്ടുക. ഇതിൻ്റെ കാര്യങ്ങളും നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഈ n നമ്പർ ഓഫ് മോളിക്യൂൾസിന് പകരം 1 മോളാണ് വെച്ചാൽ എന്താണ് ഇക്വേഷൻ വരിക? 1 മോളിക്യൂൾ ആണെങ്കിൽ എന്താണ് വരിക? ഈ ഇക്വേഷനിൽ n എന്ന സ്ഥലത്ത് എന്താവും? N0 ആയിട്ട് മാറും. ഓക്കെ, n എന്ന സ്ഥലത്ത് N0 ആയിട്ട് മാറും. അപ്പോൾ ഈ m × N0 എന്താണ്? ഇറ്റ് ഈസ് ദ മോളാർ മാസ് അല്ലേ. 1 മോൾ മോളിക്യൂളിൻ്റെ മാസ്സാണ് മോളാർ മാസ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ക്യാപിറ്റൽ M. അങ്ങനെയാണ് PV = 1/3 MU² എന്നുള്ള ഇക്വേഷനായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ബോക്സിൽ നമ്മൾ ഒരു മോളിക്യൂളിനെ സങ്കല്പിക്കുക. കുറേ ഗ്യാഷ്യസ് മോളിക്യൂൾസ് അതിൽ എൻട്രാപ്ഡ് ആയിരിക്കുന്നു. അതിൽ ഒരു ഗ്യാഷ്യസ് മോളിക്യൂളിനെ സങ്കല്പിക്കാം. അത് ശരിക്കും അതിന് X ആക്സിസിലും Y ആക്സിസിലും Z ആക്സിസിലും പോയിട്ട് അതിൻ്റെ വാൾസിൽ കൊളൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ നമ്മളിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡയറക്ഷനിൽ മാത്രമുള്ളതാണ് നോക്കുന്നത്. അതായത് A എന്ന് പറഞ്ഞ വാളിൽ പോയിട്ട് ഇടിക്കുന്ന മോളിക്യൂൾ, അതായത് X ഡയറക്ഷനിൽ. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ മോളിക്യൂളിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CX CY CZ 3 ഡയറക്ഷനിലും അതിൻ്റെ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഈ ബോക്സിൻ്റെ ലെങ്ത്ത് L ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മോളിക്യൂൾ ഈ വട്ടത്തിൽ കാണിച്ചിരിക്കുന്നു. ഇത് A എന്ന് പറഞ്ഞാൽ ഈ വാളിൽ പോയിട്ട് ഇടിക്കുമ്പം അതിനുണ്ടാവുന്ന മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? mCx ആണ്. ഓക്കെ, m × മാസ് × വെലോസിറ്റി, അതല്ല അതിൻ്റെ മൊമെൻറ്റം. അത് X ഡയറക്ഷനിലായതുകൊണ്ട് mCx. ഇനി അത് അവിടെ പോയി ഇടിച്ചിട്ട് അത് തിരിച്ച് എന്ത് ചെയ്യും? ഇലാസ്റ്റിക് അല്ലേ കൊളീഷൻസ്. അപ്പോൾ അത് തിരിച്ച് അപ്പുറത്ത് പോയിട്ട് ഇവിടെ വന്നിട്ട് ഇടിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ mCxന് നേരെ ഓപ്പോസിറ്റായ ഒരു എന്താ പറയുക, അതിൻ്റെ സിമ്പലല്ലേ ഉണ്ടാവുക? നെഗറ്റീവ് സിമ്പലല്ലേ അതിനുണ്ടാവുക. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? mCx അങ്ങോട്ട് പോയത് മൈനസ് mCx ഇങ്ങോട്ട് വന്നത്. ഓക്കെ, നെഗറ്റീവ് അല്ലേ സൈന് വരിക തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2mCx ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഈ മോളിക്യൂള് ഇവിടെ കൊളൈഡ് ചെയ്തിട്ട് എത്തി. ഓക്കെ, ഇവിടുന്ന് കൊളൈഡ് ചെയ്തെത്തി. ഇനി അതിന് വീണ്ടും ഇവിടെ വന്ന് കൊളൈഡ് ചെയ്യണമെങ്കിൽ അത് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കണം? ഇങ്ങോട്ട് L ഡിസ്റ്റൻസും തിരിച്ചിങ്ങോട്ട് L ഡിസ്റ്റൻസും സഞ്ചരിക്കുമ്പോഴല്ലേ അതിവിടെ വന്നിട്ട് കൊളൈഡ് ചെയ്യുക അല്ലേ. അതായത് ഈ മോളിക്യൂള് എന്ത് ചെയ്യും? 2L ഡിസ്റ്റൻസ് സഞ്ചരിക്കണം ഇനി അനദർ കൊളീഷൻ നടത്തണമെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം? V = ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് കാണാം. അപ്പോൾ ഇവിടെ എത്ര ഡിസ്റ്റൻസ് ഇവർക്ക് സഞ്ചരിക്കണം? 2L ഡിസ്റ്റൻസ് സഞ്ചരിക്കണം ബൈ V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് X ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ നോക്കണുള്ളൂ. അപ്പോൾ CX. അപ്പോൾ എന്താണ്? T = 2L/CX. പിന്നെ നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/T ആണ് അല്ലേ. 1/T എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൻ്റെ തല തിരിച്ചിട്ടത്. അപ്പോൾ CX/2L. അങ്ങനെയാണ് എന്ത് വരുന്നത്? ഇവിടെ കൊളീഷൻ ഓൺ ദ ഫേസ് A per second = CX/2L എന്ന് കാണുന്നില്ലേ, ആ ഒരു ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഒരു A എന്ന് പറഞ്ഞ ഫേസിൽ പെർ സെക്കൻഡിൽ ഉണ്ടാവുന്ന കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അതായത് നമ്പർ ഓഫ് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി അല്ലേ. ഫ്രീക്വൻസി അതല്ലേ, നമ്പർ ഓഫ് കൊളീഷൻ പെർ സെക്കൻഡ്, ഇതാണ് ഫ്രീക്വൻസി. = CX/2L.
ഇനി നമ്മൾക്ക് എന്തറിയാം, നമുക്ക് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയാം, അതിൻ്റെ ഫോഴ്സ് അല്ലേ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു വാട്ട്, വി ബൈ ടി അല്ലേ. എ ഈസ് ഈക്വൽ ടു വി ബൈ ടി എന്നും നമുക്കറിയാം. അപ്പോൾ എന്തായി, എം വി ബൈ ടി. ഈ എം വി എന്താണ്, ഇറ്റ് ഈസ് ഡെൽറ്റ പി അല്ലേ, ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് 2mcx, അതായത് ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചേഞ്ച് ഇൻ മൊമെൻറ്റം നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടില്ലേ. എത്ര ചേഞ്ച് ഇൻ മൊമെൻറ്റം, 2mcx ബൈ ടി എന്താണ്, ടി ഈസ് ഈക്വൽ ടു 2l/cx അല്ലേ. അപ്പോൾ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് ഇസ് ഈക്വൽ ടു അല്ലേ, ഇസ് ഈക്വൽ ടു എത്രയാ, mcx/l എന്ന് കിട്ടും അല്ലേ. സോറി, എഫ് ഈസ് ഈക്വൽ ടു അല്ല, ചേഞ്ച് ഇൻ മൊമെൻറ്റം, അതായത് പെർ സെക്കൻഡ് അല്ലേ. ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ്, ഡെൽറ്റ പി പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു എന്താണ്, mcx²/l. ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സാധനമാണ് അല്ലേ, ഡെൽറ്റ പി ബൈ ടി, ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ്. അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻ കിട്ടി. ഇനി അത് ഒരു സൈഡിലേക്കുള്ളതാണ് അല്ലേ, ഒരു സൈഡിൽ പോയി കൊളൈഡ് ചെയ്ത് തിരിച്ചു വരുന്നതിന്. അതേപോലെ തിരിച്ച് ഈ ഭാഗത്താണ് അത് എത്തി നിൽക്കണമെന്ന് വിചാരിക്കുക. ഇനി അതിന് ഇവിടെ വന്ന് തട്ടി തിരിച്ചു വരണമെങ്കിൽ എത്ര വേണം, ഇതേപോലെ ഒരു ടൈംസും കൂടെ വേണ്ടി വരും അല്ലേ. അതായത് ഒരു പ്രാവശ്യം എന്താണ്, ഒരു പ്രാവശ്യം അത് ഇവിടെയാണ്, ഇവിടെയുള്ള ഒരു മോളിക്യൂള് ഇവിടെ പോയി തട്ടി തിരിച്ച് ഇവിടെ വന്ന് തട്ടാൻ, അതായത് ഒരു സ്ഥലത്ത് അത് കൊളൈഡ് ചെയ്ത് നിൽക്കുമ്പോൾ അത് വീണ്ടും അവിടെ തന്നെ വന്ന് കൊളൈഡ് ചെയ്യാനുള്ള മൊമെൻ്റാണ് നോക്കുന്നത്. അപ്പോൾ അത് ഒരു ഫേസിലുള്ളത് എത്രയാണ്, mc²/l. അതേപോലെ ഒരു ടൈമും കൂടെ തിരിച്ച് ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തും അതേപോലെ വന്ന് എഗെയിൻ കൊളൈഡ് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും mcx²/l വരും. അതായത് ബോത്ത് സൈഡ്സിലും കൂടെ ഉണ്ടാവുന്ന, ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവുന്ന, തട്ടുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇറ്റ് ഈസ് ഈക്വൽ ടു 2mcx²/l. ഇനി നമ്മൾ എക്സ് ഡയറക്ഷനിൽ മാത്രമല്ലല്ലോ ഇത് പോവുക, ഇതിന് വൈയിലേക്ക് പോവാം, സെഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആ വെലോസിറ്റീനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ cx² പ്ലസ് cy² പ്ലസ് cz². അതിന് മൊത്തത്തിൽ നമുക്ക് അപ്പം എന്താണ്, cxഉം cyയും czഉം എല്ലാം കൂടെ കൂട്ടിയിട്ട് മൊത്തം c ആക്കിയിട്ട് എഴുതാം, അതായത് എല്ലാ ഡയറക്ഷനിലുള്ള. അപ്പോൾ ഈ ഇക്വേഷൻ ജനറൽ ഇക്വേഷനായിട്ട് ഇങ്ങനെ മാറും അല്ലേ. c² ഈക്വൽ ടു എന്താണ്, cx² പ്ലസ് cy² പ്ലസ് cz² ആകുമ്പം മൊത്തം ഇക്വേഷൻ ഇങ്ങനെ ആവും, എന്ത്, 2mc²/l എന്നായിട്ട് മാറും അല്ലേ. ഇനി ഒരു മോളിക്യൂളിന് എല്ലാ ഡയറക്ഷനിലുള്ളത് നമ്മൾ കൗണ്ട് ചെയ്തു. ഇനി മോളിക്യൂൾസിന് എന്താണ്, ഡിഫറെൻറ്റ് വെലോസിറ്റീസ് പോസിബിൾ അല്ലേ, ഓരോ പ്രാവശ്യവും ഓരോ വെലോസിറ്റീസ് പോസിബിളാണ്. അപ്പോൾ നമുക്ക് c1² ആ ഇക്വേഷനെ തന്നെ 2mc1²/l c2²/l അങ്ങനത്തെ രീതിയിൽ വാരിയസ് വെലോസിറ്റീസ് പോസിബിളാണ്. അപ്പോൾ നമുക്കതിനെ ഒന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ, c1² പ്ലസ് c2² പ്ലസ് cn². ഇനി ഇതിൽ നിന്നും ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റീന് ഓർമ്മ വരുന്നില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുകളിലും താഴെയും എന്ത് ചെയ്യും, n കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ u² എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് വാട്ട്, 2mnu²/l, whereas the u² is the മീൻ സ്ക്വയർ വെലോസിറ്റി അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറുന്നു. ഓക്കെ, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേഞ്ച് ഇൻ മൊമെൻറ്റം പെർ സെക്കൻഡ് അല്ലെങ്കിൽ പെർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സാണ്. ഓക്കെ, മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സാണ്. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഗ്യാസ് എക്സർട്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ എന്താണ്, P ഇസ് ഈക്വൽ ടു F/A ആണ് അല്ലേ, ഗ്യാസിൻ്റെ പ്രഷർ. അപ്പം അതിൽ സോ ഇവിടെ F ഈസ് ഈക്വൽ ടു എന്ത് വരും,
ഈ ഇക്വേഷനിൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു ഈ എഫ് ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 2mn(u²/L × a). ആൻഡ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? 2l ഡിസ്റ്റൻസ് മാത്രമല്ലേ, അതായത് എക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ളത്. അതേപോലെ വൈയിലും വരണം, ഇസഡിലും വരണം. അതായത് ഒരു ക്യൂബിൻ്റെ എത്ര വശങ്ങളിൽ പോയി തട്ടണം? 3 സൈഡിലേക്ക് അതിന് തട്ടാലോ. അപ്പോൾ അതായത് 6l വരും അല്ലേ, 6l വരും. അതായത് ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര വരിക? ഇതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 6l² വരും. ആൻഡ് വോളിയം ഈസ് L3. അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷനിൽ എ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? 6l² കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ m/3 L3 പിന്നെ മുകളിൽ nu² വരും. ഈ L3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വട്ട് ഈസ് L3? ഇറ്റ് ഈസ് v. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. ഓക്കെ. ആൻഡ് നമ്മൾ ഈ പീനെ എന്ത് ചെയ്യാണ്? വീനെ ഇങ്ങോട്ടേക്ക് എടുക്കും. അപ്പോൾ PV ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/3 mnu² വരും. ഓക്കെ. സോ ദിസ് ഈസ് ദ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ചിലപ്പോൾ ഒക്കെ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റ്ലൈസ് പറയാനും ഒക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, മീൻ സ്ക്വയർ വെലോസിറ്റി, ആ ഒരു ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.